അതായത് എന്താണ് ഇന്നത്തെ സമരത്തിന്റെ കാരണം? എന്താണ്? ഗാന്ധിയുടെ പ്രതിമ ഡിവൈഎഫ്ഐക്കാരന്മാര് പുറത്തു പറയുന്ന മാർക്സിസം ഉള്ളിൽ കിടക്കുന്ന ജവാന്റെയും കരുത്തിൽ തകർക്കുകയാണ്. അതിനെതിരെ KPCCയുടെ മുൻ പ്രസിഡന്റും വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ ശ്രീ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗം, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നടത്തുന്ന പദയാത്ര, ആ പദയാത്ര നടക്കുന്ന ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടുള്ള പരിപാടി, ആ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകണം, അപ്പുറത്ത് ഡിവൈഎഫ്ഐക്കാർ സംഘടിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ ACP പറയുന്നത്. ഒരു പരിപാടിക്ക് പെർമിഷൻ എടുത്തവർ പിരിഞ്ഞു പോകണം, അപ്പുറത്ത് കുറച്ച് ഗുണ്ടകളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന ACP ആ പണി നിർത്തിയിട്ട് വാഴയ്ക്ക് തടവെടുക്കാൻ പോയാൽ വാഴ കിളിർക്കും. അതല്ലേ ചെയ്യേണ്ടത്? ഈ പണിക്കൊക്കെ പറ്റില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഞങ്ങളോട് പറയുക നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. പിന്നെ ഇവിടെ സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു പോലീസ് സംവിധാനം ഇവിടെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ K സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നേരം കല്ലെറിയുകയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രതിഷേധം പോലീസിനെതിരെ കൂടി വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ആ തരത്തിലേക്ക് പോലീസ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. പ്രതിഷേധം തുടരാനാണ് ഇപ്പൊ CPMന്റെ പ്രവർത്തകന്മാർ പിരിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല. അവര് നിൽക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പറയുന്നതിനകത്ത് യുക്തിയില്ലല്ലോ. എവിടുന്ന് പിരിഞ്ഞു പോകണം? ഇത് ഞങ്ങൾ അധിവസിക്കുന്ന പ്രദേശമല്ലേ, ഞങ്ങൾ നികുതി കൊടുക്കുന്ന നാടല്ലേ ഈ നാട്. അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇവിടെ വന്നിരുന്ന പൊതുയോഗം നടക്കുമ്പോൾ ഞങ്ങൾ വന്നിരുന്ന വാഹനങ്ങൾ തകർക്കുക, അതൊക്കെ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ ചെയ്യുക, അതെന്ത് യുക്തിയാണ്? എന്നിട്ട് ACP വന്നിട്ട് പറയുകയാണ് നിങ്ങൾ പിരിഞ്ഞു പോകാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പരിപാടി നടത്തുന്നവർ പിരിഞ്ഞു പോകണം, ഗുണ്ടകളുണ്ട് എന്ന് പറയുന്ന ഗതികെട്ടൊരു പോലീസ്. അതാണ് പ്രശ്നം, വേറെ ഒന്നുമില്ല. എന്തായാലും ഇവിടെ പ്രതിഷേധം തുടരുവാണ്. ഇവിടെ കുത്തിയിരുന്നാണ് പ്രതിഷേധം. ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങളിവിടെ അവരെ പോലെ ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്ന ആളുകളല്ല. ഞങ്ങൾ പരിപാടി കൂഴിക്കടത്ത് ഞങ്ങൾക്കില്ല. ഊഴി അവന്മാർ കുറച്ച് ഗുണ്ടകളെ ചെലവും കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അവന്മാർ അവിടെ കടയുടെ വറവിലൊക്കെ നിന്നിട്ട് കല്ലെറിയുക പരിപാടി നടക്കുമ്പോൾ. എന്താ അവർ നേർക്കുന്നേരെ നിൽക്കുക? അതുമില്ലല്ലോ. ഹൈമാസ് ലൈറ്റ് ഓഫ് ചെയ്യുക. ഇതൊക്കെ ഏത് പ്രാകൃത കാലത്തെയാണ് സുഹൃത്തെ? അതുകൊണ്ടും കണ്ട് ഇവിടെ എന്തായാലും സംഭവിച്ചു പോകും. ഞങ്ങളെന്താ ഇവിടുന്ന് പേടിച്ചു മാറുമോ? അതുകൊണ്ട് ഞങ്ങൾ മാറണം, അവരവിടെ നിൽക്കുന്നു എന്ന് പറയുന്ന പരിപാടി കൈവച്ചിരുന്നാൽ അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. DCC പ്രസിഡന്റ് എന്താണ്